ഇന്ന് രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു അപകടമാണ് സൗദിയിൽ ഉണ്ടായത്. ഉംറ തീർത്ഥാടനത്തിന് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായി. 46 പേർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് വാഹനം കത്തിയത്. 46 പേർ സഞ്ചരിച്ച വാഹനത്തിൽ 45 പേരും മരിച്ചു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ആ മരിച്ചവർ ഹൈദരാബാദ് സ്വദേശികളാണ്. അത് രാജ്യത്തെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുന്നത്. അയാളുടെ കൺമുന്നിൽ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ഒരു തീഗോളമായി മാറുന്ന വലിയ ഒരു ദുരന്തത്തിനാണ് സൗദി സാക്ഷ്യം വഹിച്ചത്. ഈ മക്കയിൽ തീർത്ഥാടനത്തിന് ശേഷം പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉംറയിലെ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ ഇവർ സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സംഘം ഇന്ത്യൻ സംഘമായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ളവരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:30 ഈ അപകടം. അതായത് സൗദി സമയം ഏതാണ്ട് 11 മണി ആകുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഡീസൽ ടാങ്കറാണ് കൂട്ടിയിടിച്ചത്. അതാണ് ഈ രീതിയിൽ വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചത്. തീ ബസ്സിലാകെ ആളിക്കത്തുകയും ബസ്സിലുണ്ടായിരുന്ന മനുഷ്യർ അതിൽ അകപ്പെടുകയും അവരെ തിരിച്ചറിയാൻ പോലും ആകാത്ത തരത്തിൽ കത്തിക്കരിഞ്ഞു മൃതദേഹങ്ങളാണ് പിന്നീട് ഈ തീ അണയ്ക്കുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. മദീനയിൽ നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ അകലെയാണ് മുഹറാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്ന എല്ലാവരും. സംഘത്തിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഏതാണ്ട് 20-ലധികം സ്ത്രീകളും 11 കുട്ടികളും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന 25-കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അയാൾ ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ചികിത്സയിലാണുള്ളത്. ഈ ബസ്സിലുണ്ടായിരുന്നവർ മുഴുവൻ തീർത്ഥാടകരായിരുന്നു. ഇവർ ഹൈദരാബാദ് സ്വദേശികളാണ് എന്നത് ഈ കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ നവംബർ 9-നാണ് ഉംറ തീർത്ഥാടനത്തിനായി ഹൈദരാബാദിൽ നിന്നും പുറപ്പെട്ടത്. 23-ന് തിരിച്ചെത്താനായിരുന്നു പദ്ധതി. ആ രീതിയിൽ മടക്കയാത്രയ്ക്ക് ഒരുക്കം നടക്കുന്നതിനിടെ ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും രാജ്യത്തെ നടുക്കിയ വലിയ ദുരന്തമാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി വലിയ നടുക്കം രേഖപ്പെടുത്തി, ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു തുടങ്ങിയവരൊക്കെ ഈ സംഭവത്തിൽ വലിയ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കണം എന്നതാണ് ഇവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ഓരോ കുടുംബത്തിലെയും ഇവരുടെ ബന്ധുക്കളിൽ ഒരാളെ സൗദിയിലെത്തിച്ച് മൃതദേഹ പരിശോധനകൾ, തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അത്തരം നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ. അപ്പോൾ DNA പരിശോധന ഉൾപ്പെടെ നടത്തിയായിരിക്കും ഇനി മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുക. വലിയ രീതിയിൽ രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തുറന്നിട്ടുണ്ട്. ബന്ധുക്കൾക്ക് അവിടെ എത്തി മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യമാണ് അവർ പറയുന്നത്. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യൻ എംബസിയുമൊക്കെ അക്കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ്. വലിയ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഒരു തീർത്ഥാടനം കഴിഞ്ഞ് ആ രീതിയിൽ മനസ്സ് സന്തോഷമായി അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തമാണ്. 45 പേരുടെ മരണം കുറച്ച് നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്നു എന്നത് ബന്ധുക്കളെ സംബന്ധിച്ച് താങ്ങാനാകുന്നതിനും അപ്പുറമാണ്. രാജ്യം തന്നെ നടുങ്ങിയിരിക്കുകയാണ് എന്തായാലും സൗദിയിൽ ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിൽ.